വിഷു എന്ന് പറയുന്നത് മേടം 1-ാം തീയതി അഥവാ ഏപ്രിൽ 14-ാം തീയതിയാണ്. പക്ഷേ ഇക്കുറി നമ്മൾ കണി കാണുന്നത് ഏപ്രിൽ 15-ാം തീയതി അഥവാ മേടം 2-ാം തീയതിയാണ്. ഇതിന് കാരണമെന്താണ്? നമസ്കാരം, ആസ്ട്രോടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതീയ ആചാരങ്ങൾക്കും ജ്യോതിഷത്തിനും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇത്തവണത്തെ മേടരവി സംക്രമവും വിഷു ആഘോഷങ്ങളും തമ്മിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഈ വർഷം ഏപ്രിൽ 15-ന് നമ്മൾ കണി കാണുന്നത്? ശാസ്ത്രീയവും ജ്യോതിഷപരവുമായ ഈ അറിവുകളെക്കുറിച്ച് സംസാരിക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷുദിനത്തിലെ പ്രത്യേക പ്രാർത്ഥനകൾക്കും പൂജയിലും ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ നക്ഷത്രത്തോടൊപ്പം പേരുകൂടി കമന്റ് ചെയ്യാവുന്നതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ആദ്യം തന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വിഷു ആശംസകൾ ഓരോരുത്തർക്കും നേരുകയാണ്. എല്ലാവർക്കും ഈശ്വരീയ മംഗളങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ 2026-ലെ വിഷു എന്ന് പറയുന്നത് കൊല്ലവർഷം 1201 മേടമാസം 1-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 14-ാം തീയതി. അന്ന് ഉദയാൽപരം 8 നാഴിക 8 വിനാഴികയ്ക്ക്, അതായത് പകൽ നേരം 9:32 ചതയം നക്ഷത്രം 3-ാം പാദത്തിൽ മേടരവി സംക്രമം നടക്കുകയാണ്. അപ്പോൾ വിഷു എന്ന് പറയുന്നത് മേടം 1-ാം തീയതി അഥവാ ഏപ്രിൽ 14-ാം തീയതിയാണ്. പക്ഷേ ഇക്കുറി നമ്മൾ കണി കാണുന്നത് ഏപ്രിൽ 15-ാം തീയതി അഥവാ മേടം 2-ാം തീയതിയാണ്. ഇതിനു കാരണമെന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ കണി കാണുന്നത് പുലർച്ചെയാണ്. എന്നാൽ ഇപ്രാവശ്യം 9 മണി കഴിഞ്ഞിട്ടാണല്ലോ വിഷു വരുന്നത്. അപ്പോൾ സൂര്യോദയം ഉദയത്തെ തട്ടി വിഷു വന്നിട്ടില്ല. എന്നാൽ പിറ്റേ ദിവസമാകുമ്പോൾ ഉദയം തട്ടി വരുന്നുമുണ്ട്, അതായത് 2-ാം തീയതി. അതുകൊണ്ടാണ് നമ്മൾ 2-ാം തീയതി വിഷുക്കണി കാണുന്നതിനായി തിരഞ്ഞെടുത്തത്. വിഷുക്കണി കാണാൻ അന്ന് ഏറ്റവും നല്ല സമയം ബ്രാഹ്മ മുഹൂർത്തമാണ്. അതായത് പുലർച്ചെ 4:30 മുതൽ 6 മണി വരെയുള്ള സമയം ശുഭകരമായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കണിവെച്ച വസ്തുക്കളെല്ലാം കണ്ട് ഭഗവാനെ തൊഴുന്നത് ഏറ്റവും പുണ്യകരമാണ്. ഇതിലൂടെ നമുക്ക് ഒട്ടേറെ ഐശ്വര്യങ്ങളും മംഗളങ്ങളും വന്നു ചേരുന്നതാണ്. നമ്മളൊരു കണി വയ്ക്കുമ്പോൾ അതിൻ്റെ യഥാവിധി ആ കണിവെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൊല്ലം മുഴുവൻ നമുക്ക് മംഗളങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ധനപരമായുള്ള ക്ലേശങ്ങൾ അകന്നുപോകും. തൊഴിൽപരമായുള്ള സമൃദ്ധി ഉണ്ടായിവരും. വീട്ടിൽ ഒട്ടേറെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായിവരും. പക്ഷെ പലരും കണി വയ്ക്കുന്നത് കൃത്യമായ രീതിയിലൊന്നുമായിരിക്കില്ല. അവർക്കതിനെക്കുറിച്ചുള്ള പൂർണ്ണ ബോധമുണ്ടാവില്ല. എവിടെയെങ്കിലുമൊക്കെ കണ്ട ഒരു രീതിയിൽ, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ആരോ കറഞ്ഞുകൊടുത്ത സ്വന്തം കുടുംബത്തിൽ തന്നെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുടെ അനുവർത്തനം എന്നുള്ള രീതിയിലാണ് ചെയ്യാറുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ യഥാവിധി നമുക്കെങ്ങനെ ഒരു കണി ഒരുക്കാം, അതിലൂടെ പുണ്യം കൃത്യമായ രീതിയിൽ നമുക്ക് നേടിയെടുക്കാം എന്നൊക്കെ അറിയുന്നതിനായി വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വിഷു എന്ന് പറയുന്നത് ഒരു പുണ്യത്തിൻ്റെ കാലമാണ്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇത് വിളവെടുപ്പ് ഉത്സവത്തിൻ്റെ കാലയളവാണ്. എങ്ങും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കീർത്തിയും എല്ലാം വ്യാപിക്കുന്ന സമയമാണ്. പകലും രാവും ഒരുപോലെ കാണപ്പെടുന്ന ഒരു കാലയളവിനെയാണ് വിഷു എന്ന് നമ്മൾ പറയുന്നത്. അതായത് സുഖവും ദുഃഖവും തുല്യമായിട്ടുള്ള അവസ്ഥ എന്ന് വേണമെങ്കിലും നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഒരു ജീവിതത്തിൽ സുഖം കൂടുതലായിട്ടായി പോയാൽ അയാൾക്ക് സുഖത്തിൻ്റെ വാല്യൂ അറിയാൻ പറ്റില്ല. ദുഃഖത്തിന് ശേഷം കടന്നുവരുന്ന സുഖമായിരിക്കുമല്ലോ ഏറ്റവും മൂല്യമുള്ളത്. അതുപോലെ തന്നെ ദുഃഖമേറെ പോയാലും അയാൾക്ക് ജീവിതം നരകതുല്യമായി തോന്നും. അപ്പോൾ ഇവിടെ രണ്ടും തുല്യമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ മനുഷ്യജീവിതം സംശുദ്ധമായും സന്തോഷത്തോടെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വിഷു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കന്മഷങ്ങളെ അകറ്റി ദുഃഖത്തെ നിവാരണം ചെയ്ത് സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം വീണ്ടെടുക്കാനുള്ള അവസരമാണ്. അപ്പോൾ അത് യഥാവിധി കണി കാണുന്നതിലൂടെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. വിഷുക്കണി ഒരുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗം കൂടിയാണ്. തലമുറകളായി കൈമാറിക്കിട്ടിയ ആ പുണ്യത്തെയാണ് ഇന്നും നമ്മൾ പിന്തുടരുന്നത്. അപ്പോൾ വിഷുക്കണി ഒരുക്കുന്നതിന് പ്രാദേശികമായിട്ടുള്ള പല വ്യത്യാസങ്ങളുമുണ്ട്. തിരുവനന്തപുരത്തുകാർ ഒരുക്കുന്നത് പോലെയല്ല ചിലപ്പോൾ കണ്ണൂർക്കാർ, പാലക്കാടുകാർ വേറെയൊന്നായിരിക്കും. ഓരോ നാട്ടിലും ഓരോ വ്യത്യാസങ്ങളുണ്ടായി വരും. അത് സ്വാഭാവികം തന്നെയാണ്. എന്നാൽ നമുക്ക് ചില ഏരിയകളിൽ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ ഇതെങ്ങനെയാണ് ഒരുക്കേണ്ടതെന്ന്. അവർക്ക് തോന്നുംപടി എവിടെയെങ്കിലും കണ്ടത്, ആരെങ്കിലും പറഞ്ഞുകൊടുത്തത് ആ രീതിയിലൊക്കെ ചെയ്യും. പലപ്പോഴും അത് തികച്ചും പുണ്യവത്താവില്ല. അവരുടെ ഭക്തി കൊണ്ടുള്ള ഈശ്വര പുണ്യം കിട്ടുമെന്നല്ലാതെ അതിൽ നിന്ന് കിട്ടേണ്ട ഒരു എനർജിയുണ്ട്, അത് പൂർണ്ണമായിട്ടും ലഭിക്കാതെ പോകും.
അപ്പോൾ നമുക്ക് പൊതുവിൽ ഏത് ഭക്തർക്കും ചെയ്യാവുന്ന ഉത്തമമായ രീതിയിലുള്ള ഒരു വിഷുക്കണി ഒരുക്കമാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്കവിടെ ലഭ്യമായെന്ന് വരില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നിങ്ങൾക്ക് നന്നായിട്ട് കണിയൊരുക്കുന്ന മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വിഷുക്കണി വെക്കുക എന്ന് പറയുന്നത് കുറച്ചെന്തെങ്കിലും ചക്കയും മാങ്ങയും ഒക്കെ പറക്കി വെച്ച് അതിലൊരു പൂവെടുത്ത് വെക്കുക, കണിക്കുന്ന പൂ കൊണ്ട് വെക്കുക എന്നൊക്കെയുള്ള തലത്തിലേക്ക് ചിന്തിക്കാതിരിക്കുക. സത്യം പറഞ്ഞാൽ ഇതൊരു ഉപാസന പോലെ, ഒരു കർമ്മം പോലെ, ഒരു വ്രതം പോലെ ഇതിനെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി വിഷുവിൻ്റെ തലേദിവസം നമ്മൾ വ്രതമായിരിക്കും, വിഷുവിനും വ്രതമായിരിക്കും. ഇത്തവണ വിഷുവിൻ്റെ തലേദിവസം എന്ന് പറയാൻ പറ്റില്ല, കാര്യം ഏപ്രിൽ 14 വിഷു തന്നെയാണ്. അന്ന് നമ്മൾ വ്രതമെടുക്കുക, പിറ്റേ ദിവസം 2-ാം തീയതി നമ്മൾ വ്രതമെടുത്തു വേണം വിഷു ദർശനം നടത്താൻ. അതായിരിക്കും ഏറ്റവും ഗുണകരം. ഇനി വ്രതമെടുക്കാൻ ആർക്കെങ്കിലും കഴിയില്ലെങ്കിൽ കുഴപ്പമില്ല. വ്രതമെടുക്കുക എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കേണ്ട. മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക എന്നതു മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. കഴിയുമെങ്കിൽ പകലുറക്കവും പാടില്ല. തലേ ദിവസം നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ ഒന്ന് സംഘടിപ്പിച്ചു വെക്കണം. അതിന് നമുക്ക് വേണ്ടത് നല്ലൊരു ഓട്ടുരുളിയാണ്. ഓട്ടുരുളി കിട്ടിയില്ലെങ്കിൽ ഒരു പരന്ന പാത്രം നമുക്ക് വേണം. ഉണക്കലരി, നെല്ല് ഇവ വേണം. കണിക്കൊന്നപ്പൂ നേരത്തെ സംഘടിപ്പിച്ചു വെക്കണം. പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറി അഥവാ നാട്ടുഭാഷയിൽ മലക്കറി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവണം. അതിൽ പ്രധാനമായിട്ടുള്ളത് കണിവെള്ളരിയാണ്. കണിവെള്ളരി, തക്കാളി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് പച്ചക്കറിയായിട്ട് സംഘടിപ്പിക്കാം. പിന്നെ ഒരു ചെറിയ ചക്കയുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. മത്തങ്ങയുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ കാഴ്ചയ്ക്കിമ്പം നൽകുന്ന പച്ചക്കറി വർഗ്ഗങ്ങളെല്ലാം നമുക്കിതിനായി എടുക്കാം. എന്നാലും ഒരുപാടങ്ങ് വേണ്ട, കുറച്ചു മതി എല്ലാ കാര്യങ്ങളും. പിന്നീട് പല വിധത്തിലുള്ള ഫലവർഗ്ഗങ്ങൾ, പൂവൻ പഴം, ആപ്പിൾ, അങ്ങനെ പല ഫലവർഗ്ഗങ്ങളും നമുക്ക് കുറച്ച് സംഘടിപ്പിച്ചു വയ്ക്കാം. ഞങ്ങളൊക്കെ പണ്ടുകാലത്ത് കാട്ടുമാങ്ങ, നാട്ടിൻ പുറത്തുനിന്ന് കിട്ടുന്ന മാങ്ങ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ വയ്ക്കുക. പുറത്തെ പച്ചക്കറിക്കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരുന്നതിനേക്കാൾ നമ്മുടെ പറമ്പിലൊക്കെയുള്ള കാര്യങ്ങളെയായിരിക്കും കൊണ്ടുവരുന്നത്. ഇന്നങ്ങനെയല്ല, പലതരം വിദേശ ഫ്രൂട്ട്സ് പോലും കണി വെച്ചിരിക്കുന്നത് കാണാം. അതൊക്കെ അവരവരുടെ വിശ്വാസം പോലെയെന്നേയുള്ളൂ. ആ ഉരുളിയിൽ കൊള്ളുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് വെക്കേണ്ടത്. പിന്നെ ഒരു വാൽക്കണ്ണാടി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ഗോൾഡ് ആഭരണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാം. കുറച്ച് ക്യാഷ് ഉള്ളതുപോലെ മതി. പിന്നെ ഒരു വസ്ത്രം, അലക്കുമുണ്ട്, പുത്തൻ വസ്ത്രമോ ആയാൽ നല്ലത്. ഇത്രയും കാര്യങ്ങൾ പൊതുവിൽ മതി. ചന്ദനം, കുങ്കുമമൊക്കെ ചെപ്പിൽ വെക്കുന്നവരുണ്ട്, അതുമുണ്ടെങ്കിൽ നല്ലത് തന്നെ. കുറച്ച് നാണയങ്ങളുണ്ടെങ്കിൽ അതും നല്ലത് തന്നെ. വൈകുന്നേരത്തെ സമയത്ത് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കണി വെക്കുന്നത്. കണി വെച്ച് ചിലർ നിലവിളക്ക് തെളിയിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പാത്രം വെച്ച് കണി ഒരുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതാണ് നല്ലൊരു രീതി. ആദ്യം വലിയ ഉരുളിയുണ്ടെങ്കിൽ അതിൽ ഉണക്കലരിയിടും. അതിന് പുറത്ത് ഓരോ കാര്യങ്ങളായി ഇങ്ങനെ വെക്കും. കണിക്കുന്നപ്പൂ അതിൻ്റെ മുകളിൽ വെക്കും. അതിനിപ്പോൾ ഇന്നിന്ന ക്രമമെന്നൊന്നുമില്ല. നമ്മൾ വെക്കുന്ന ഫലവർഗ്ഗങ്ങളെല്ലാം വെളിയിൽ കാണുന്ന തരത്തിൽ വെക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാടങ്ങ് വേണ്ട എന്ന്. എല്ലാം ഓരോന്ന് വീതം വെച്ചാൽ മതി. അപ്പോഴേ എല്ലാത്തിനെയും ദർശിക്കാൻ പറ്റൂ. ഏറ്റവും മീതെ കണിക്കുന്നപ്പൂ വെക്കണം. വാൽക്കണ്ണാടി വെക്കുന്നത് നമ്മൾ ചെന്ന് തൊഴുമ്പോൾ നമ്മുടെ മുഖം വാൽക്കണ്ണാടിയിലൂടെ കാണണമെന്നുള്ളതാണ്. കണിയൊരുക്കുന്നത് കൃഷ്ണന്റെ ചിത്രത്തിന് മുന്നിലോ പ്രതിമയ്ക്ക് മുന്നിലോ ആണ്. കൃഷ്ണന്റെ ചിത്രമാണുള്ളതെങ്കിൽ നല്ല മാലയൊക്കെ ഇട്ട് അലങ്കരിക്കുക. ചിലർ ഫലവർഗ്ഗങ്ങളെല്ലാം ഉരുളിയിൽ വെച്ചിട്ട് മറ്റൊരു പരന്ന പാത്രം കൂടി വെച്ച് അതിൽ കോടി വസ്ത്രവും സ്വർണ്ണാഭരണങ്ങളും നാണയവുമൊക്കെ വെക്കാറുണ്ട്. അത് തെറ്റല്ല. വലിയ ഉരുളിയാണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചു തന്നെ വെക്കാം. നിലവിളക്ക് 5 തിരിയിട്ട് തെളിയിക്കുന്ന രീതിയാണ് പൊതുവെ കാണാറുള്ളത്. എങ്കിലും 2 തിരി കിഴക്കും പടിഞ്ഞാറും ഇട്ട് തെളിയിക്കുന്നതും ശുഭകരമാണെന്ന് പറയുന്നുണ്ട്. വൈകുന്നേരം ഇങ്ങനെ കണി വെച്ചു കഴിഞ്ഞാൽ ആ വിളക്ക് കെടുത്തി വയ്ക്കുന്ന രീതിയില്ല. അത് രാവിലെ വരെ തെളിയിച്ചു വെക്കണം. 5 തിരിയിട്ട് വിളക്ക് വെക്കുന്നവർ ശ്രദ്ധിക്കണം. വസ്ത്രം അടുത്തുണ്ടെങ്കിൽ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രി സമയത്ത് ഒരു തിരിയായി താഴ്ത്തിയിടാം. രാവിലെ വന്ന് ബാക്കി തിരികൾ തെളിയിച്ചാലും മതി. രാവിലെ എഴുന്നേറ്റ് വന്ന് എല്ലാവരും കണി കണ്ടതിന് ശേഷം പോയി കുളിച്ച് ശുചിയായി വന്ന് മറ്റു വിളക്കുകളൊക്കെ തെളിയിച്ച് ദക്ഷിണ കൊടുക്കണം. മുതിർന്നവർ മറ്റുള്ളവർക്ക് ദക്ഷിണ കൊടുക്കുന്നതാണ് രീതി. പണ്ട് മുതിർന്നവരുടെ കയ്യിൽ മാത്രമേ പണമുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴങ്ങനെയല്ല. മകൻ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ദക്ഷിണ കൊടുക്കാറുണ്ട്. അത് തെറ്റല്ല. കണി കാണുന്നതിന് മുൻപ് കൃഷ്ണനെ പ്രാർത്ഥിക്കണം. കണി കണ്ടതിന് ശേഷം കൃഷ്ണമന്ത്രങ്ങളൊക്കെ ജപിക്കണം. അന്ന് രാവിലെ ക്ഷേത്ര ദർശനം നടത്തണം. കഴിയുമെങ്കിൽ ഒരു പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ എല്ലാവർക്കും കൊടുക്കണം. കണി കാണുന്നതിന് യാതൊരു തെറ്റുമില്ല. പുലവാലായ്മയുള്ളപ്പോഴും ആർത്തവകാലത്തുള്ള സ്ത്രീകൾക്കും കണി കാണാം. പക്ഷേ അവർ കണി ഒരുക്കാതിരിക്കുന്നതാണ് ഉചിതം. സാധാരണഗതിയിൽ ഒരു കണി വയ്ക്കുന്ന സമ്പ്രദായമാണ് ഇവിടെ പറഞ്ഞത്. കണിക്കുന്നപ്പൂ കിട്ടിയില്ലെങ്കിൽ പ്ലാസ്റ്റിക് പൂ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഈ വർഷത്തെ വിഷുവിനെക്കുറിച്ചും കണിയൊരുക്കേണ്ട രീതിയെക്കുറിച്ചുമുള്ള ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം കൂടുതൽ ജ്യോതിഷ ആചാര സംബന്ധമായ അറിവുകൾക്കായി ആസ്ട്രോ ടോക്സ് മലയാളം ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐശ്വര്യപൂർണമായ വിഷു ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.